വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 5 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ശരീരത്തിലുണ്ടെങ്കിൽ ഇവ നിങ്ങളെ പ്രഗ്നൻ്റ് ആകാനായിട്ട് അനുവദിക്കില്ല കേട്ടോ. ഈ ലക്ഷണങ്ങൾ കാണുന്നവരെ ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുക്കുകയും അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഇറഗുലർ ആയിട്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരുപാടൊക്കെ നീണ്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിലെ ഡൗട്ട്സിനൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ കമൻറ്റ് ഇടുമ്പോൾ റിപ്ലൈസ് ലഭിക്കുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. 11 മണിക്ക് ശേഷവും 2 മണിക്ക് ശേഷവുമാണ് യൂഷ്വലി നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാകുന്നത്. ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ടൈം ഡിലേ ആയി പോവുകയാണെങ്കിൽ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവിൻ്റെ ടൈം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൈവിൽ കയറാവുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്ററാക്ഷൻ നടത്താൻ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചാനലിൽ ലൈഫ് സ്റ്റൈൽ ടിപ്സ് ആണ്, അതുപോലെ ഹോം റെമഡീസ് ഒക്കെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര് കൺസീവ് ആയിട്ടുണ്ട്. നിങ്ങളും കൺസീവ് ആകാൻ വേണ്ടിയിട്ട് നാച്ചുറലുള്ള ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. ഡോക്ടർ വന്നിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് എടുക്കുക. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിന് തടസ്സമുണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജ് നല്ല സ്ലിപ്പറി ആയിട്ടുള്ള, അതായത് പച്ചമുട്ടയുടെ വെള്ള പോലെയോ അല്ലെങ്കിൽ വെണ്ടക്ക നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വഴുവഴുപ്പോട് കൂടിയിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു ഡിസ്ചാർജ് ആണ് നമുക്ക് വേണ്ടത്. എന്നാൽ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു ഫെർട്ടൈൽ ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജ് വളരെ തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ അത് സ്പേമിന്റെ സുഗമമായിട്ടുള്ള മൂവ്മെന്റിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടൈപ്പ് ഡിസ്ചാർജ് ആണ് ഫെർട്ടൈൽ ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ശരീരത്തിനകത്തേക്ക് സ്പേം സെൽസ് പ്രവേശിച്ചാലും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ എഗ്ഗ് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാലും ഈ സ്പേമിന് സ്വിം ചെയ്ത് ട്യൂബിനടുത്തേക്ക് എത്താനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. ചില കേസുകളിൽ ശരീരത്തിൽ ഏറ്റവും ആദ്യം എത്തുന്നത് സ്പേമാണ്. ആ സ്പേം വന്ന് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടോ മണിക്കൂറുകൾക്ക് ശേഷമോ മറ്റോ ആയിരിക്കും എഗ്ഗ് റിലീസായി പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ഈ എഗ്ഗ് വരുന്നത് വരെ ശരീരത്തിനകത്തേക്ക് നല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ഉള്ളത് കൊണ്ടാണ് സ്പേമിന് അത്രയും നേരം വരെ ശരീരത്തിനകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ശരീരത്തിനകത്തേക്ക് എത്തുന്ന ഈ ഒരു സ്പേമിനെ ശരീരം തന്നെ ഹാം ചെയ്ത് കളയാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഒരു ഫോറിൻ ബോഡി ആയിട്ട് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതും ഒരു എനർജി ഇതിന് കൊടുക്കുന്നതും സെർവിക്കൽ മ്യൂക്കസ് ആണ്. ഈ പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജ് ഉണ്ടാകാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ മൂവ് ചെയ്യാൻ പറ്റാതെ ഇത് അവിടെ തന്നെ തട്ടി നിന്നിട്ട് അവിടെ വെച്ച് തന്നെ നശിച്ചു പോവുകയും തിരിച്ച് നമുക്ക് പുറത്തേക്ക് പോരുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയുള്ള ഒരു ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് നോക്കുക. നടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജ് ഭയങ്കര കട്ടിയായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഇൻഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ സ്കാനിങ് ചെയ്യുന്നത് വഴിയൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഒരു കാര്യം ഡോക്ടർ ചോദിക്കാതെയോ നമ്മൾ പറയാതെയോ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിടരുത്. ഫെർട്ടൈൽ ടൈം പീരീഡിൽ ഏറ്റവും കൂടുതൽ സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഡോക്ടറെ കണ്ടു നോക്കണം കേട്ടോ. ഈ സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജിന്റെ ഫോട്ടോ ഞാനിവിടെ തമ്മിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ചാർജ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡിസ്ചാർജ് വരുന്നവർക്ക് ഇതിനെ കൂടുതൽ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കാവുന്നതാണ്. കാരണം സെർവിക്കൽ മ്യൂക്കസിന്റെ ഭൂരിഭാഗവും വെള്ളത്തിന്റെ കണ്ടന്റാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ദിവസേന ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം ഗ്രാമ്പു വെള്ളം കുടിക്കുന്നതും വെള്ളത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് ആണ്. ഒപ്പം ഫെർട്ടിലിറ്റി യോഗാസ് ആയിട്ടുള്ള മാലാസന എക്സസൈസും മാലാസന വോക്ക് എക്സസൈസും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സെർവിക്സിലോട്ട് രക്തയോട്ടം വർദ്ധിപ്പിച്ചിട്ട് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഈ റീസൺ പറയുവാണെങ്കിൽ കോൺസിവലിന്റെ മെഡിസിൻസ് ഡോക്ടേഴ്സ് തരാറുണ്ട്. ഇത് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ആണ്. കുടലിന്റെ ആരോഗ്യം. നമ്മുടെ കുടലിൽ ഒരുപാട് ദഹനത്തിനൊക്കെ ഡിലേ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫെർട്ടിലൈസേഷനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കുടലിന്റെ ആരോഗ്യം നന്നായിട്ടല്ല ശരീരത്തിൽ നടക്കുന്നതെങ്കിൽ ശരീരത്തിലെ ടോക്സിൻസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. ഇത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്ട്ലി തന്നെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് നോർമൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വയറിൽ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുക, വേദന ഉണ്ടാവുക, അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ
നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ, അതുപോലെ ഗ്യാസിന്റെ പ്രകമ്പനം കൂടുതലായിട്ട് ശരീരത്തിൽ വരുന്നില്ലെങ്കിൽ ഏകദേശം കുടലിന്റെ ഹെൽത്തി ആയിട്ടായിരിക്കും പോകുന്നത്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ ഇത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ കുടലിന്റെ ആരോഗ്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വയറിൽ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട്, പൊക്കിളിന്റെ ഭാഗത്തൊക്കെ വേദന ഉണ്ടാവുന്നുണ്ട്, ഗ്യാസ് കയറുന്നത് പോലെയും നെഞ്ചരിച്ചിൽ പോലെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്, തുടർച്ചയായിട്ട് മോഷൻ പോകാനായിട്ട് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമ്മൾ വെറുതെ വിടുന്നതായിരിക്കും, പക്ഷേ ഇത് ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യാം കേട്ടോ. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറഗുലർ ആയിട്ട് വരുന്ന ഓവുലേഷൻ ആണ്. നമ്മൾ കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഡേറ്റിൽ ഓവുലേഷൻ ഉണ്ടാവാത്ത ഒരവസ്ഥ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റിനേക്കാളും ചിലപ്പോൾ 1-2 ദിവസം മേളിലോട്ട് പോവുകയോ 1-2 ദിവസം കീഴ്പോട്ടേക്ക് വരികയോ ചെയ്യുന്നത് ഒരിക്കലും ഹാർംഫുൾ ആയിട്ടൊരു കാര്യമല്ല. പക്ഷെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഓവുലേഷൻ പോകുന്നുണ്ടെങ്കിൽ അത് ഓവുലേഷന്റെ ഡേയ്സിനെയും ലൂട്ടിയൽ ഫേസിനെയും അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. റെഗുലർ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള ഒരാൾക്ക് ഈ ലൂട്ടിയൽ ഫേസിന്റെയും ഓവുലേഷൻ ഫേസിന്റെയും ഒരു ബാലൻസിലായിരിക്കും ഇത് പോകുന്നത്. ഇത് ഇറഗുലർ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസിനെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാലും ഫെർട്ടിലൈസേഷൻ നടന്ന് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ശരീരത്തിൽ കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് ഒരു 30 ഒക്കെ ആണെങ്കിൽ പീരീഡ്സിന്റെ 16ാമത്തെ ദിവസമൊക്കെ ആയിരിക്കും നമുക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരുപാട് ഇറഗുലർ ആയിട്ട് ഓവുലേഷൻ പോകുന്നു, അതായത് നമ്മളിപ്പോൾ പീരീഡ്സ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും 3-4 ദിവസം മുമ്പ് ഓവുലേഷൻ ഉണ്ടാകുന്നു, ദെൻ പീരീഡ്സിന്റെ ഡേറ്റ് ഒരുപാട് നീണ്ടു പോകുന്നു, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു കൺസേൺ കൊടുക്കേണ്ട കാര്യമാണ്. ഇറഗുലർ ആയിട്ടുള്ള ഓവുലേഷനും ലേറ്റ് ഓവുലേഷനും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ബോഡിയിൽ ഉണ്ടാക്കുകയും പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കാര്യം ഒരുപാടൊക്കെ നീണ്ടു പോവുകയും ചെയ്യാനായിട്ട് കാരണമാകും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാലാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടെൻഷൻ ആവുകയാണ്, അതായത് പ്രഗ്നന്റ് ആകുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിന്റെ പേരിൽ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് പ്രഷർ കൂടുതലായിട്ട് വരിക, അത് നിങ്ങൾക്ക് മാത്രമല്ല ഹസ്ബൻഡിനും എന്തെങ്കിലുമൊക്കെ വർക്ക് പ്രഷർ വരുന്നതും പ്രഗ്നൻസി ആകാത്തത് കൊണ്ട് ഇത്രയും നാളുകൾക്കുള്ളിൽ ആയില്ലല്ലോ, വെഡിങ് ആനിവേഴ്സറി അല്ലേ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്റെ ശേഷം കല്യാണം കഴിഞ്ഞ് എല്ലാവരും പ്രഗ്നന്റ് ആയല്ലോ എന്നിങ്ങനെയുള്ള ടെൻഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും ആഫ്റ്റർ ഓവുലേഷനും ഈ ഒരു ടെൻഷൻ നിങ്ങൾ ഒരുപാട് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടെൻഷൻ അനുഭവിക്കുന്നത് നമ്മുടെ പ്രത്യുൽപാദന ഹോർമോൺസിനെയാണ് ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് കേട്ടോ. ആഫ്റ്റർ പീരീഡ്സ് നമുക്ക് ഈ തരത്തിലുള്ള ടെൻഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ FSH ഹോർമോണിന്റെ LH ഹോർമോണിന്റെയും ഈസ്ട്രോജൻ ഹോർമോണിന്റെയും പ്രവർത്തനത്തെ എഫക്ട് ചെയ്യാം. ആഫ്റ്റർ ഓവുലേഷൻ ഈ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രൊജസ്ട്രോണിന്റെ ഒരു ഇൻക്രീസിനെയും ഇത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ ബാക്കിയുള്ള ആക്ടിവിറ്റീസും റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളും സപ്രസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. കഴിവതും ആഫ്റ്റർ ഓവുലേഷൻ ഫേസ് ആണെങ്കിലും ആഫ്റ്റർ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആണെങ്കിലും നോർമൽ ആയിട്ട് നിങ്ങൾ ബോഡിയെ വിടുക. ഒരുപാട് ടെൻഷൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാക്സിമം പുറത്തേക്ക് കടക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് തന്നെ പുറത്തേക്ക് എക്സിറ്റ് ആവാനായിട്ട് പറ്റുള്ളൂ. വേറൊരാളെ എത്രയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അവിടുന്ന് എക്സിറ്റ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരണം. ഞാൻ ടെൻഷനായി ഇത്ര നാൾ വരെ ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, അപ്പൊ ഇനി ഞാൻ ടെൻഷൻ ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് മാക്സിമം അതിൽ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ട് നോക്കുക. ടെൻഷൻ വരുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ നമുക്ക് നല്ല കമ്പനി തരാനായിട്ട് സാധ്യതയുള്ള ആളുകളുമായിട്ട് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അതല്ല നിങ്ങൾ ആയില്ലല്ലോ ഇതുവരെ, എന്താ ആവാത്തേ, ആർക്കാണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയുള്ള ആളുകളായിട്ടുള്ള കമ്പനി മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല ഹാബിറ്റ്സ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു പോകും. അതിനർത്ഥം ഫുൾ ടൈം വീട്ടിലെ ജോലി ചെയ്തിരിക്കുക എന്നുള്ളതല്ല കേട്ടോ. നമുക്ക് മാക്സിമം മൈൻഡ് പോസിറ്റീവ് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. നല്ല ബുക്സ് ഒക്കെ വായിക്കുക, ഗാർഡനിങ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ സ്ട്രെസ് മാക്സിമം നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു വ്യത്യാസം നിങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അങ്ങനെ ഒന്ന് പ്രഗ്നൻസി ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രെസ്സിൽ കൂടെ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അടുത്തൊരു കാര്യമാണ് ലോ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോൺ. ഈ പ്രൊജസ്ട്രോണിന്റെ ബാലൻസ് ശരീരത്തിൽ ഇല്ല എങ്കിൽ ആഫ്റ്റർ ഓവുലേഷൻ പ്രഗ്നൻസി പിടിച്ചു കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ നല്ല തിക്കഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പീരിയഡ്സ് വരാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും പ്രൊജസ്ട്രോണിന്റെ ഹോർമോൺ ആണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൽ വ്യത്യാസം വരുമ്പോൾ അതിന്റെ വാല്യൂ കുറഞ്ഞു പോകുന്നതിനനുസരിച്ചിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് കുറയും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റിനേക്കാളും നേരത്തെ പീരിയഡ്സ് ഉണ്ടാകാൻ
ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഭയങ്കര വേഴ്സ് ആയിട്ട് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷൻസും ഉണ്ടാകും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കം മുതലേ ചെയ്തു പോകുന്നതൊക്കെ നല്ലതായിരിക്കും. നമുക്ക് ലൂട്ടിയൽ ഫേസിന്റെ ലെങ്ത് കുറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 10ാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു 8ാമത്തെ ദിവസം മുതലൊക്കെ സ്പോട്ടിങ് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് നേരത്തെ തന്നെ പീരിയഡ്സ് ആകുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ശരീരത്തിന് കൊടുക്കണം. ഉടനെ ഡോക്ടറെ കണ്ട് പറയാനായിട്ടൊക്കെ നോക്കണം. കാരണം ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന എംബ്രിയോയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടി തന്നെ അതിന് വളരാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ലാതെ വരുന്നു. എംബ്രിയോ അറ്റാച്ച് ആകുന്ന എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് പിടിച്ചു വളരാനായിട്ട് സാധിക്കില്ലല്ലോ, നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി പോവില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്നും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഉറക്കക്കുറവാണ്. നമ്മൾ ഉച്ചയ്ക്ക് കൂടുതൽ നേരം ഉറങ്ങാതിരുന്നിട്ട് കൂടി രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കും. രണ്ടാമത്തേത് കൂടുതലായിട്ടും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരിക. മൂന്നാമതായിട്ട് നമുക്ക് വയറിൽ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകൾ, വയറിൽ വേദനകൾ ഉണ്ടാവുക. നാലാമതായിട്ട് നൈറ്റ് നമുക്ക് സ്വെറ്റിംഗ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതായത് ഭയങ്കര ചൂട് രാത്രി സമയത്ത് ഉണ്ടാവുക. AC ഇട്ട് ഉറങ്ങിയാലും ഫാൻ ഇട്ട് ഉറങ്ങിയാലും ഒന്നും നമ്മൾ തണുക്കാത്ത തരത്തിലുള്ള സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുക. പിന്നെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം, കരച്ചില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ശരീരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നമ്മുടെ മൈൻഡിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഹോട്ട് ഫ്ലാഷസ്, പകൽ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ചൂടുണ്ടാവുക, ടെമ്പറേച്ചർ ഉണ്ടാവില്ല, പനി ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ചൂട്, അങ്ങനെയുള്ള സിറ്റുവേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് പലപ്പോഴും ഉണ്ടാവും കേട്ടോ. രാത്രി സമയത്ത് നമുക്ക് വേർക്കുന്നതോടൊപ്പം ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത്. അടുത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ കൂടി തന്നെ വെയിറ്റ് നന്നായിട്ട് ശരീരത്തിൽ കൂടുന്ന സിറ്റുവേഷൻസ്, ഇത് നിങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ അടുത്ത ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ പോവുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റിനേക്കാളും ഒരുപാട് നേരത്തെ പീരിയഡ്സ് ആവുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബോഡിക്ക് പരിഗണന കൊടുക്കേണ്ട കാര്യങ്ങൾ. ഈ 5 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് ശരീരം തന്നെ തടസ്സം നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പൊ മാക്സിമം ഈ സിറ്റുവേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളെയല്ലോ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.